നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതാ അമ്മായി ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇടപെടുന്നത്. ഓഹോ, അപ്പൊ മഹേഷിന് വേണ്ടിയാണ് അവരീ കളിക്കുന്നത്? അതെ മോളെ, ഒരു കാര്യം നീ മറക്കരുത്. മഹേഷിനോ നിന്റെ അമ്മായിക്കോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല. കാരണം ഗോപാൽജി അവരിൽ നിന്നൊന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെയൊക്കെ കണക്ക് നിന്നോട് മാത്രമേ ഗോപാൽജി തീർക്കൂ. അവസാനം ലാഭം മൊത്തം നിന്റെ കുടുംബത്തിനും, നഷ്ടം നിനക്ക് മാത്രമാവും. അതുകൊണ്ട് സൂക്ഷിക്കണം. ദയവായിട്ടാ ഗോപാൽജിയെ കൊണ്ട് വീടിന്റെ ആധാരം എടുപ്പിച്ചത്. മഞ്ജുവിന്റെ ശമ്പളം കൊണ്ട് കടം വീട്ടാനിരുന്നെങ്കിൽ എത്ര കാലം എടുത്തേനെ. ഇപ്പൊ നിനക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടിയില്ലേ? അതിന് ഈ വീട് മഞ്ജുനും മഹിമയ്ക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? മഹിമയ്ക്ക് 18 വയസ്സാവാൻ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് മഞ്ജുവിന്റെ അവകാശം എങ്ങനെയെങ്കിലും വാങ്ങണം. പിന്നെ ഈ വീട് മഹേഷിന് മാത്രമുള്ളതാ. ഈ വീട് എന്റെ പേരിലായി കഴിഞ്ഞ ഞാനിത് വിൽക്കും. എന്നിട്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയി സുഖമായിട്ട് ജീവിക്കും. മഞ്ജുന് ഈ വീടിനോട് ഭയങ്കര സ്നേഹം. ഇതിനു മേലുള്ള അവകാശം അവള് വിട്ടുതരോ? ഇതുവരെ നമ്മളെ സഹായിച്ച ദൈവം അതിന് ഒരു വഴി കാണിച്ചു തരും. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഗോപാൽജി എന്തിനാ മഞ്ജുവിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നതെന്നാ. ആ സഞ്ജുനെ മഞ്ജുവിനോട് അസ്ഥിക്ക് പിടിച്ച പ്രേമാണെന്ന്. അവളെ അവന് കിട്ടാൻ ഗോപാൽജി എന്ത് ചെയ്യും. അവര് തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് ഇപ്പോഴും സഞ്ജുവിനും ഗോപാൽജിക്കും പ്രതീക്ഷയുണ്ട്. സഞ്ജയ്ക്ക് നാണയില്ലേ അവന് വേണ്ടെന്ന് പറഞ്ഞ പെണ്ണിന്റെ പുറകെ നടക്കാൻ? പ്രേമത്തി വീണ ആണുങ്ങൾ അങ്ങനെയാ മോളെ. പിന്നെ നാണോ മാനോ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയും സ്നേഹിച്ച പെണ്ണിനെ കിട്ടണമെന്നുള്ള ചിന്തയുണ്ടാവുള്ളൂ. അല്ലടാ മോനെ? അതൊക്കെ ശരിയായിരിക്കും. എന്നാലും മഞ്ജു കല്യാണത്തിന് സമ്മതിക്കുമെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ? ഗോപാൽജി സഞ്ജു സ്വപ്നം കണ്ട് നടക്കേ ഉള്ളൂ. ഒന്നും നടക്കാൻ പോണില്ല. മഞ്ജുവിന് സഞ്ജയനെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാടാ. നമ്മൾ എന്തിനാ മാറ്റിയെടുക്കുന്നേ? ഈ കല്യാണം നടന്ന മഞ്ജു വലിയ നിലയിലാവും. അവൾ അങ്ങനെ സൂഹിക്കണ്ട. ഇത് ഗോപാൽജിയുടെ സഞ്ജയുടെ ആവശ്യമല്ലേ? നമുക്ക് ആധാരം കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി നമ്മള് ആ ഗോപാൽജിനെ സഞ്ജയനെ സഹായിക്കേണ്ട ആവശ്യമില്ല. എടാ മോനെ, ഈ കല്യാണം നടന്നാൽ നമുക്ക് വേറെയും ഗുണങ്ങളുണ്ട്. ഞാൻ ഗോപാൽജി വീട്ടിൽ പോയി കണ്ടിരുന്നു. അമ്മായി എന്തിനാ അവിടെ പോയത്? ഗോപാൽജി എന്നെ കാണണോന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിപ്പിച്ചു. നമ്മൾ സഞ്ജയനെ വീട്ടിൽ നിന്ന് അപമാനിച്ചു വിട്ടതിന് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ട് കണ്ട ഒരു മാപ്പ് പറഞ്ഞ് പ്രശ്നം തീർക്കാന്ന് ഞാനും കരുതി. അവിടെ ചെന്നപ്പോഴാ മനസ്സിലായത് അയാൾക്ക് സഞ്ജുവും മഞ്ജുവും തമ്മിലുള്ള വിവാഹം നടത്താൻ നമ്മുടെ സഹായം ആവശ്യമാണെന്ന്. ഇത് നല്ലൊരു അവസരമെന്ന് മനസ്സിലാക്കി ഞാൻ അയാളോട് എനിക്കെന്തു ഗുണം കിട്ടുമെന്ന് ചോദിച്ചു. മഞ്ജു സഞ്ജുവും തമ്മിലുള്ള കല്യാണം നടന്ന ചോദിക്കുന്ന കാശ് തരാന്ന് ഗോപാൽജി സമ്മതിച്ചു. അപ്പോ വീടും കാശും കിട്ടും. ആ അയാളുടെ വാക്ക് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന മണ്ടത്തരാവൂ. കാര്യം കഴിഞ്ഞ അയാള് കാശ് തന്നില്ലെങ്കിലും. ഗോപാൽജി വാക്കിനും വില കൽപ്പിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അയാള് കാശ് തന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ലാഭമല്ലേ? അതെങ്ങനെ അമ്മായി? എടാ, മഞ്ജുവിന്റെ കല്യാണം എങ്ങനെയായാലും നമുക്ക് നടത്തിയല്ലേ പറ്റൂ. സഞ്ജുവിനെ പോലെ കാശുള്ള ഒരാളുടെ കൂടെ ആവുമ്പോ അവൾക്ക് ഈ വീടിന്റെ മേലുള്ള അവകാശം വിട്ടുതരാൻ വിഷമം കാണില്ല. നമുക്ക് ഈ വീട് എന്തായാലും കിട്ടും. ഗോപാൽജി തരുന്ന കാശ് ബോണസും ആവും. എന്നാലും സഞ്ജയ്ക്ക് ഇത് എന്തിന്റെ കേടാമ്മേ? എന്ത് കണ്ടിട്ടാ അവൻ മഞ്ജുവിന്റെ പുറകെ നടക്കുന്ന? അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് സ്വന്തം കാര്യം നോക്കിയാ പോരെ. പിന്നെ മഹേഷേ, മഞ്ജു ഓരോന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് ആധാരം തിരിച്ചു വാങ്ങാൻ ശ്രമിക്കും. ഓ, എന്റെ കയ്യിൽ നിന്ന് അത് കിട്ടിയത് തന്നെ. മഞ്ജു മാന്യമായിട്ട് ചോദിക്കും. മഹിമ അടിച്ചു മാറ്റാൻ പോലും മടിക്കില്ല. അതാ കയ്യോട് ആധാരം ലോക്കറിൽ വെച്ചത്. ഇനി അവകാശം വേണ്ടെന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ ഒരു ഒപ്പം കൂടി കിട്ടിയാ മതി. അത് ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് നമുക്ക് വാങ്ങിയെടുക്കണം. അവളുടെ മനസ്സ് മാറ്റാനുള്ള കളികളെല്ലാം സഞ്ജു കളിച്ചോളും. നമ്മള് വെറുതെ കൂടെ നിന്ന് കൊടുത്താ മതി.
അച്ഛൻ മഞ്ജുവിന്റെ വീടിന്റെ ആധാരം ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്ത് കൊടുത്തോ? കൊടുത്തു കാണും. അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ ആയിരിക്കുമല്ലോ. മഞ്ജുവിന്റെ മുന്നിൽ ആളാവാൻ വേണ്ടി നീ അച്ഛനെ ഉപയോഗിച്ച് കളിച്ചൊരു വൃത്തികെട്ട കളിയായിപ്പോ. ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഇത് എന്റെയും ഡാഡിയുടെയും കൂടെ കാശാ, നിനക്ക് മാത്രം ആവശ്യപ്പെട്ടൊന്നുമല്ല. നിന്റെ വാക്ക് കേട്ട് അച്ഛൻ ഇത്രയും കാശ് മുടക്കിയതിൽ എനിക്ക് അത്ഭുതം. അതിനേക്കാളും അത്ഭുതം നീ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടാ. നീ ഒരിക്കലും ഒരു പെണ്ണിന് വേണ്ടി ഇത്രയൊന്നും ചെയ്യില്ല, അതും നിന്റെ മുഖത്ത് നോക്കി നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് വേണ്ടി. സത്യം പറ, എന്താ നിന്റെ ലക്ഷ്യം? എനിക്ക് മഞ്ജുവിനെ സ്വന്തമാക്കണം, അതാണ് എന്റെ ലക്ഷ്യം. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കാൻ നിനക്കെന്താ അത്ര ബുദ്ധിമുട്ട്? നിനക്ക് ഈ ലോകത്ത് ഒരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ കഴിയൂ, അത് നിന്നെ തന്നെയാ. നീ അത്രയ്ക്ക് സ്വാർത്ഥന. നീ മറ്റൊരാൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ സ്നേഹം സത്യമാണെന്ന് ഡാഡിക്കറിയാം, അതുകൊണ്ടാ ഡാഡി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് പ്രശ്നം? എന്റെ കല്യാണം കഴിഞ്ഞാ നിനക്ക് ഈ വീട്ടിലെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള പേടിയാ നിനക്ക്. എന്നെ മഞ്ജു കല്യാണം കഴിക്കുമെന്ന് ഉറപ്പ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡാഡി അവക്ക് വേണ്ടി ഇത്രയും കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ ഡാഡിക്ക് അവളുടെ കാര്യത്തിൽ അത്രയും കരുതലുണ്ടെന്നല്ലേ അർത്ഥം. കല്യാണം കഴിഞ്ഞ് മഞ്ജു ഈ വീട്ടിൽ കയറിയാൽ നിന്റെ കാര്യം കട്ടപ്പോക. ഡാഡിയുടെ രാജകുമാരിയായിട്ട് അധിക കാലം വിലസാന്ന് നീ കരുതണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. എവിടുന്നോ കയറി വന്ന ഒരുത്തിക്ക് ഈ വീട്ടിലെ എന്റെ സ്ഥാനം തട്ടിത്തെറിപ്പിക്കാൻ പറ്റില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ശാലിനി, കൊച്ചു കുട്ടികളെ പോലെ ഇതെന്ത് കാണിക്കുക? അച്ഛൻ മഞ്ജുവിന്റെ വീടിന്റെ ആധാരം കാശ് കൊടുത്ത് ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്തോ? എടുത്തു. ഗോപാൽജി, എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? അതും ഈ കുടുംബത്തെ അപമാനിച്ച അവൾക്ക് വേണ്ടി. സാധാരണ ഇത്രയും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഗോപാൽജി എന്നോടൊന്ന് പറയാറുണ്ട്. നിന്നോട് എന്ത് കാര്യത്തിനാണ് പറയുന്നത്? ഡാഡി എടുത്ത് ചെലവാക്കിയത് നിന്റെ കാശല്ല, ഞങ്ങളുടെ കാശാ. അതിന് നിന്റെ അനുവാദം ചോദിക്കണോ? ഡാഡി നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടാവും എന്ന് കരുതി നീ തലേ കയറി നിന്ന് നിറങ്ങണ്ട. നീ ഞങ്ങളുടെ വെറും തൊഴിലാളിയാ, അത് മറക്കണ്ട. സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? സഞ്ജയ്, നീ എന്താടാ പറഞ്ഞത്? ഇവൻ വെറും തൊഴിലാളിയാണെന്നോ? തൊഴിലാളി എന്ന് പറയുമ്പോ നിനക്കെന്താടാ ഇത്ര പുച്ഛം? നീ വലിയ മുതലാളിയായിട്ട് ജനിച്ചുകൊണ്ടാണോ? നിന്റെ അച്ഛനായ ഞാനും ഇവനെ പോലെ ഒരു തൊഴിലാളിയായിരുന്നടാ. കുറെ കാലം കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിട്ടാ ഞാനും നീ നിലയിലായത്. അതെന്റെ മാത്രം എടുക്കല്ല, ഇവനെയും ശങ്കരനെയും പോലെ വിശ്വാസം കാണിക്കുന്നവർ എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ടാ. അവരുടെയും കൂടി കഷ്ടപ്പാടിന്റെ ഫലമാടാ നീ ഞാനും ഒക്കെ ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇനി മേലാൽ ഇവനോട് മോശമായിട്ട് സംസാരിച്ചാൽ മോനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. നിന്റെ സ്ഥാനം ഈ വീടിന്റെ പുറത്തായിരിക്കും. മാപ്പ് ചോദിക്കടാ. ഗിരിയോട് മാപ്പ് ചോദിക്കാൻ. അതൊന്നും വേണ്ട ഗോപാൽജി. സഞ്ജയ് അറിയാതെ പറഞ്ഞു പോയത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഗിരി, നിന്നോട് ചോദിക്കാതെ ഞാൻ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല. പക്ഷെ ഈ കാര്യത്തിൽ നിന്നോട് അഭിപ്രായം ചോദിച്ചാൽ നീ വേണ്ടെന്നേ പറയൂന്ന് എനിക്കറിയാം. നീ പറയുന്നതിനെതിരെ ഞാൻ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാ നിന്നെ അറിയിക്കാതെ ആധാരം തിരിച്ചെടുത്തത്. സഞ്ജയെ നാട്ടുകാർക്ക് മുമ്പിൽ അപമാനിച്ച അവൾക്ക് വേണ്ടി എന്തിനാ ഗോപാൽജി ഇത്രയും വലിയ തുക മുടക്കിയത്? എന്നോട് സഞ്ജയ് അവൾക്ക് വേണ്ടി കുറെ യാചിച്ചു. അവൻ ഒന്നിനും വേണ്ടി എന്നോട് ഇത്രയും വാശി പിടിച്ചിട്ടില്ല. അവന്റെ സ്നേഹം മഞ്ജു മനസ്സിലാക്കിയാൽ ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കണം.
എന്റെ ഭാവി മരുമകൾ ഒന്നുമില്ലാത്തവളാകുന്നത് എനിക്ക് മോശമല്ലേ? ആ ആധാരം അവരുടെ വീട്ടുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ അവരുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കാശും സ്വത്തും ഒക്കെ? ഇനി ഈ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. മോളോടും കൂടാ ഞാനിത് പറയുന്നത്. ഇത് സഞ്ജയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. ഇവിടെ ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാകാൻ പാടില്ല.